ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്നും നോമ്പൊക്കെ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ടെന്നും വിശ്വസിക്കുകയാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഫ്താർ വ്ളോഗ് തന്നെയാണ്. കുറച്ച് റെസിപ്പീസൊക്കെ കാണിക്കുന്നുണ്ട്. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ഞാൻ ഈ ഇഫ്താർ വ്ളോഗ്സിൽ കാണിച്ചിട്ടുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, നന്നായിട്ടുണ്ട്, ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസും ഒരുപാട് വന്നു. അപ്പോൾ നല്ല സന്തോഷമുണ്ട്. ഇനിയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഒരു 4 മണിയായപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഫുഡെല്ലാം റെഡിയാക്കാനായിട്ട്. അപ്പോൾ അനീസ്കയാണ് ഉള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് അത് മുറിച്ച് തരുന്നത്. ഞാനിന്ന് ഷവർമ സമൂസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഷവർമ സമൂസയ്ക്ക് വേണ്ടിയിട്ട് മയോണൈസ് ഉണ്ടാക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അതിനുള്ള പൊട്ടാറ്റോ ഒക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഷവർമ സമൂസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതൊന്ന് പോയിട്ട് നോക്കുക. ഇതിൽ ഞാൻ റെസിപ്പി പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ഉള്ളിയൊക്കെ ചെറുതായിട്ട് മുറിച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഞാൻ ഫ്രഞ്ച് ഫ്രൈസിനായിട്ടുള്ള ഉരുളക്കിഴങ്ങ് മുറിച്ചെടുക്കുകയാണ്. 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് മയണൈസ് ഉണ്ടാക്കുമ്പം നമുക്ക് മുട്ട ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ആക്കിയിട്ട് മാത്രമേ മയണൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് പുഴുങ്ങിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് വെച്ചിട്ടും ചെയ്യാം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, വേണ്ടവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ചൂടാക്കുകയാണ്. ഓയിൽ ചൂടായി വന്നാൽ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. ഇനി ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ചൂടാറി വരണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് വെച്ചിട്ട് മയണൈസ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഈ ഷവർമ സമൂസയിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി പച്ചക്കറികളൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 2 ചെറിയ ക്യാരറ്റ്, പിന്നെ ഒരു ചെറിയ പീസ് കുക്കുംബറും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചെറുതായിട്ട് മുറിച്ചെടുക്കുകയാണ്. ശേഷം ഇതെല്ലാം നമ്മൾ നേരത്തെ ഉള്ളിയാക്കിയിട്ടുള്ള ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് ക്യാബേജ് വേണം. അപ്പോൾ അതും കൂടെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് നേരത്തെ ആക്കി വെച്ചിട്ടുള്ള പച്ചക്കറികളുടെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ബീഫ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് മുളകിട്ടിട്ട് വെച്ചതാണ്. ഇനി അതിലേക്ക് തേങ്ങ വറുത്തരച്ചിട്ട് ഒഴിക്കും. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതിൽ നിന്ന് നല്ല നല്ല പീസ് നോക്കിയിട്ട് എടുക്കുകയാണ് നമ്മുടെ സമൂസയിലേക്ക് വേണ്ടിയിട്ട്. ഇനി ബീഫ് പീസസ് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം, പൊരിച്ച പോലെ വേണം അത്. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിന്. ഇനി എടുത്ത് വെച്ചിട്ടുള്ള ആ പീസസ് മൊത്തം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കുകയാണ്. സമൂസൻ്റെ ഫില്ലിങ്ങിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ചൂടാറി വന്നപ്പോൾ ഞാനിനി അത് വെച്ചിട്ട് മയണൈസ് ഉണ്ടാക്കാൻ പോവാണ്. മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1/4 കപ്പോളം ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പിലും കുറച്ച് കുറവ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. മയണൈസ് നമ്മൾ മുട്ട വെച്ച് ചെയ്യുന്നതിനേക്കാളും നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്നും കൂടെ അടിച്ചെടുക്കുകയാണ്, കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ മുട്ട വെച്ച് ചെയ്യുന്ന ആ മയണൈസിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് വരിക. ഇവിടെ ഉമ്മക്ക് മുട്ട വെച്ച് ചെയ്യുന്നത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ നമ്മളെപ്പോഴും ഇതുപോലെ തന്നെയാണ് ചെയ്യൽ. ഇപ്പം നല്ല പാകമായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബീഫ് നല്ല പോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടാറി കഴിഞ്ഞപ്പോൾ കൈ വെച്ചിട്ട് ഇങ്ങനെ പിച്ചിയിട്ട് കൊടുക്കുകയാണ്. കുറച്ച് വലിയ പീസസ് ആയിട്ട് വേണം പിച്ചിയിടാൻ. അതിനുശേഷം ഈ മുറിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറിയിലേക്ക് ബീഫ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി മല്ലിയിലയും കുരുമുളകും ഉപ്പും കൂടെ ചേർക്കുക. അതിനുശേഷം നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മയോണൈസ് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഈ അവസാനം ഞാൻ കുറച്ച് വെളുത്ത എള്ളും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ശരിക്കും ആ ഷവർമൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എള്ള് ചേർക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മയണൈസ് ആക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാം. ഇന്ന് ജ്യൂസിന് സെബി അനാറും പാലും വെച്ചിട്ട് ഒരു ഷെയ്ക്കാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അനാറ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുകയാണ് ആദ്യം. അനാറൊന്നായി കഴിഞ്ഞാൽ അതിലേക്ക് പാലും കൂടെ ചേർത്തിട്ട് വീണ്ടും അടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ സമൂസക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനത് മടക്കിയെടുക്കാൻ പോവാണ്. പിന്നെ കുറച്ച് മൈദ പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് സമൂസ ലീഫ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. മൈദയും വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുത്തതാണ്. സമൂസ ലീഫ് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് മടക്കുന്നതെന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ ഒന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ആദ്യം ഒരു ലീഫ് എടുത്തതിന് ശേഷം ഇങ്ങനെ അറ്റത്തുനിന്ന് ഒരു കോൺ പോലെ ഉള്ളിലേക്ക് മടക്കി വെക്കുക. എന്നിട്ട് അതിൽ ഫില്ലിങ് നിറച്ച് കൊടുക്കണം. ഫില്ലിങ് ആക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കുത്തി നിറയ്ക്കാൻ പാടില്ല. നമ്മുടെ ഒരു വലിയ സ്പൂണിന് 1 സ്പൂണോ 1.5 സ്പൂണോ മാത്രം വെച്ച് കൊടുക്കുക. ഇനി ഈ കോണിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ബാക്കിയുള്ള ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ലീഫ് അപ്പുറത്തെ സൈഡിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് മൈദ പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. പിന്നെ എവിടെയെങ്കിലും ഹോൾസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും മൈദ പേസ്റ്റ് വെച്ചിട്ട് അടച്ചു കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഞാൻ ബാക്കിയുള്ള എല്ലാ സമൂസയും മടക്കിയെടുക്കുകയാണ്. അതിനുശേഷം സമൂസ പൊരിക്കാനായിട്ടുള്ള ഓയിൽ ചൂടാക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് ഈ സമൂസകളൊക്കെ പൊരിച്ചെടുക്കാൻ പോവാണ്. അങ്ങനെ സമൂസയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് കുറച്ച് ലേറ്റായി പോയി, അപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ടേബിൾ വേഗം സെറ്റ് ചെയ്യാണ്. പിന്നെ ഇന്ന് ഉമ്മ സേമിയ വെച്ചിട്ട് പായസം പോലെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം തീരെ സമയമില്ലേനു. അപ്പോൾ നമ്മൾ വേഗം തന്നെ എല്ലാ പണിയും കഴിച്ചതാണ്. അങ്ങനെ ബാങ്ക് കൊടുത്തു. അൽഹംദുലില്ലാ ഒരു നോമ്പും കൂടെ നല്ലപോലെ തുറക്കാൻ പറ്റി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഷവർമ സമൂസ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ശരിക്കും ഷവർമൻ്റെ ടേസ്റ്റാണ്, നല്ല രസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് ചട്നിയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെ മയണൈസ് ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്